ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമായ ടാൻജൻസ് അഥവാ തൊടുവരകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടാൻജൻസിലെ 1ാമത്തെ പ്രോബ്ലം ചെയ്തിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് 2ാമത്തെ പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ദി 2 ends ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പാരലൽ. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ 2 അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണെന്ന് തെളിയിക്കുക. അതിനായി നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചു, അതിൻ്റെ സെൻറ്റർ രേഖപ്പെടുത്തി, ഇതിലേക്ക് ഒരു ഡയമീറ്റർ വരച്ചു, അതായത് ഒരു വ്യാസം വരച്ചു. ഈ വ്യാസത്തിൻ്റെ 2 അറ്റങ്ങളിലായി 2 ടാൻജൻസ് വരയ്ക്കുന്നു, തൊടുവരകൾ വരയ്ക്കുന്നു. ഈ തൊടുവരകൾ സമാന്തരമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അതിനായി ഈ ചിത്രത്തിലേക്ക് പേരുകൾ കൊടുക്കുകയാണ്. ചിത്രത്തിൽ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിന് സെൻറ്ററിനെ ഒ എന്ന് പേര് കൊടുക്കുന്നു. ഡയമീറ്ററിനെ എ എന്നും ബി എന്നും പേര് കൊടുക്കുന്നു. ഈ ഡയമീറ്ററിൻ്റെ ഓരോ എൻഡിലായിട്ട് വരച്ചിരിക്കുന്ന ടാൻജൻസിന് പേര് കൊടുക്കുകയാണ്. ഇവിടെ പി എന്നും ഇവിടെ ക്യൂ എന്നും കൊടുക്കുന്നു. ഇവിടെ ആർ എന്നും എസ് എന്നും കൊടുക്കുന്നു. നമുക്കറിയാം, ഇവിടെ പി ക്യൂ എന്ന ടാൻജൻറ്റ്, പി ക്യൂ എന്ന തൊടുവര എ എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ എ എന്ന പോയിന്റിൽ കൂടെയുള്ള ഡയമീറ്റർ, വ്യാസം പി ക്യൂവിന് ലംബമാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാൻ കഴിയും: പി ക്യൂ പെർപെൻഡിക്കുലർ എ ബി. പി ക്യൂ ടാൻജൻ്റാണ്, ടാൻജൻറ്റ് എ ബിക്ക്, എ ബി എന്താണ്? ഡയമീറ്ററാണ്, അതിന് പെർപെൻഡിക്കുലറാണ്. അതുപോലെ 2ാമത്തെ തൊടുവരയും എഴുതാം. 2ാമത്തെ തൊടുവര ആർ എസ് ആണ്. ആർ എസ് പെർപെൻഡിക്കുലർ എ ബി. അതായത് ഇവിടെ എ ബി എന്ന വരയിൽ 2 വരകളാണ് പി ക്യൂവും ആർ എസും. ഇവ രണ്ടും 90 ഡിഗ്രി വീതമാണെന്നും മനസ്സിലായി. ഒരു വരയിൽ വരച്ചിരിക്കുന്ന 2 വരകൾ 90 ഡിഗ്രി വീതമാണെങ്കിൽ ഈ വരകൾക്ക് എന്താ പ്രത്യേകത? ഇവ സമാന്തരമായിരിക്കുമെന്ന്. ക്യൂ സമാന്തരം ആർ എസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദി ടാൻജൻസ് ആർ ഡ്രോൺ ടു എ സർക്കിൾ അറ്റ് ദി എൻഡ്സ് ഓഫ് പെയർ ഓഫ് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ്, വാട്ട് കൈൻഡ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഡു ദേ ഫോം? അതായത്, ഒരു വൃത്തത്തിലെ പരസ്പരം ലംബമായ 2 വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ ചേർന്നുണ്ടാകുന്നത് ഏത് തരം ചതുർഭുജമാണ്? ഓ കേന്ദ്രമായ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതിൽ പരസ്പരം ലംബമായിട്ടുള്ള 2 വ്യാസങ്ങൾ വരയ്ക്കുന്നു. അതിന് പേര് എ ബി എന്നും സി ഡി എന്നും കൊടുത്തു. അതുപോലെ ഓരോ വ്യാസത്തിൻ്റെയും അറ്റങ്ങളിലൂടെ അതിന് സമാന്തരമായിട്ട് 2 തൊടുവരകൾ വരയ്ക്കുന്നു. ഇവിടെ എ ബി എന്ന വ്യാസത്തിന് വരയ്ക്കുന്ന 2 തൊടുവരകളാണ് പി എസും അതുപോലെ ക്യു ആറും. അതുപോലെ അടുത്ത തൊടുവരയായിട്ടുള്ള സി ഡിക്ക് സമാന്തരമായിട്ട് വരയ്ക്കുന്ന 2 തൊടുവരകളാണ് പി ക്യൂവും എസ് ആറും. ഇവിടെ തെളിയിക്കേണ്ടത് പി ക്യു ആർ എസ് എന്ത് തരം ചതുർഭുജമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. നമുക്കറിയാം, ഇവിടെ എ ബിയും സി ഡിയും പരസ്പരം ലംബമായിട്ടുള്ള 2 ഡയമീറ്ററാണ്, വ്യാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന 4 കോണും 90 ഡിഗ്രി വീതമായിരിക്കും. അതുപോലെ എ ബി എന്ന വ്യാസത്തിൻ്റെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന 2 തൊടുവരകളാണ് പി എസും ക്യു ആറും. അപ്പോൾ ഇവിടെയും എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി ഫോം ചെയ്യും. ഇവിടെയും 90 ആയിരിക്കും. ഇത് തന്നെയല്ലേ ഇവിടെയും സംഭവിക്കുക?
അതായത് എസ് ആർ എന്ന തൊടുവരെ സി ഡി എന്ന വ്യാസവും തമ്മിലുണ്ടാക്കുന്ന ഇവിടെ ഉണ്ടാകുന്ന കോണും 90 ആയിരിക്കും. അതുപോലെ ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന പി ക്യു ആർ എസ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ചെറിയ ചതുരങ്ങളായി പരിഗണിക്കുകയാണെങ്കിൽ ഈ ചതുരത്തിൻ്റെ 3 കോണുകളും 90 ആണ്. അപ്പോൾ ഇതിലെ 4ാമത്തെ കോണും 90 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 90 ആയിരിക്കും, ഇവിടെയും 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി പി ക്യു ആർ എസ് ഒരു ചതുരമോ സമചതുരമോ ആയിരിക്കാം. അത് ഏതെന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്നതിനെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് എഴുതുകയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഴുതുകയാണ്. ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു ആംഗിൾ എ ഒ ഡി. ഈ 4 കോണും 90 ആണ്. കാരണം എ ബി എന്ന ഡയമീറ്ററും സി ഡി എന്ന ഡയമീറ്ററും പെർപെൻഡിക്കുലറി എ ബി എന്ന ഡയമീറ്ററും സി ഡി എന്ന ഡയമീറ്ററും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ആ 4 കോണുകളും 90 ഡിഗ്രി വീതമായിട്ട് മാറും. അതുപോലെ ഇവിടെ എ ബി എന്ന തൊടുവരയിൽ അതുപോലെ എ ബി എന്ന ഡയമീറ്ററിൽ വരച്ചിരിക്കുന്ന 2 തൊടുവരകളാണ് പി എസും പി ക്യു. അതിനാൽ ഇവ സമാന്തരമാണ്. ഇവിടെ ഉണ്ടാകുന്ന കോണുകളും 90 ആയിട്ട് മാറും. അതായത് ഇവിടെ നമുക്ക് പറയാൻ കഴിയും പി എസ് പെർപെൻഡിക്കുലർ എ ബി. അതുകൊണ്ട് ഇവിടെ പി എസും എ ബിയും സമാന്തരമായിരിക്കും. ഇവിടെ പി എസും പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ എ ബി എന്ന വ്യാസത്തിലെ 2ാമത്തെ തൊടുവരയായിട്ടുള്ള ക്യു ആർ പെർപെൻഡിക്കുലർ ടു എ ബി. അതിനാൽ പി എസും ക്യു ആറും സമാന്തരമായിരിക്കും. ചിത്രം നോക്കി, പി എസും ക്യു ആറും സമാന്തരമാണ്. കാരണം ഇവിടെ രണ്ടും 90 ഡിഗ്രി വരുന്നതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിനകത്ത് വരച്ചിരിക്കുന്ന സി ഡി എന്ന വ്യാസവും സമാന്തരമായിരിക്കത്തില്ലേ? കാരണം ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കൊണ്ട് പറയാം, ഇത് സമാന്തരമാണ് സി ഡി എന്ന ഡയമീറ്റർ. അതുപോലെ സി ഡി എന്ന ഡയമീറ്ററിൽ വരച്ചിരിക്കുന്ന തൊടുവരകളാണ് ഏതൊക്കെയാണ്? പി ക്യു. ഇതുപോലെ പി ക്യു പെർപെൻഡിക്കുലർ സി ഡി എന്ന് പറയാം. അതുപോലെ എസ് ആർ പെർപെൻഡിക്കുലർ സി ഡി. അതുകൊണ്ട് പി ക്യു സമാന്തരമാണ് എസ് ആർ, സമാന്തരമാണ് എ ബി. എ ബിയും അവിടെ ഉണ്ടാകുന്ന കോൺ 90 ആണ്. അപ്പോൾ ഇത് 3 സമാന്തരമാണ്, ഇത് 3 സമാന്തരമാണ്. അതുപോലെ ഇവിടെ സി ഡിയും ഇവിടെ എ ബിയും തുല്യവുമാണ്. ഇത് 3 സമാന്തരമാണ്. സി ഡിയും എ ബിയും തുല്യമാണ്. കാരണം സി ഡി ഈക്വൽ ടു എ ബി. ഇവ എന്താണ്? ഡയമീറ്ററാണ്. ഇവയ്ക്ക് ഒരേ നീളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വരച്ചിരിക്കുന്ന എല്ലാ വരകൾക്കും ഒരേ നീളമായിരിക്കും. Therefore പി എസ് ഈക്വൽ ടു ക്യു ആർ ഈക്വൽ ടു പി എസ് ഈക്വൽ ടു ക്യു ആർ ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു എസ് ആർ. Therefore പി ക്യു ആർ എസ് എന്തായിരിക്കും? ഈസ് എ സ്ക്വയർ.